കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അടിപൊളിയായിട്ട് പറയുകയാണെങ്കിൽ ഇതാ നോക്കിക്കേ, സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ 2 ആഴ്ച പുസ്തകം അടച്ചു വെച്ചുള്ള പഠനമാണ്. 2 ആഴ്ച നിങ്ങൾക്ക് സ്കൂളുകളിൽ ബുക്ക് കൊണ്ടുപോവേണ്ടതില്ല, അല്ലെ ബുക്ക് അടച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഉഷാറാവുക. നിങ്ങൾക്ക് 2 ആഴ്ച സ്കൂളിൽ ക്ലാസ്സും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷേ ഒരു ക്ലാസ് ഉണ്ട് താനും. എന്ത് ക്ലാസ്സാണ് നിങ്ങൾക്ക് ആ 2 ആഴ്ച സ്കൂളിൽ നിന്ന് തരുന്നത്? അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോ ശ്രദ്ധിച്ചേ. പുതിയ അധ്യയന വർഷത്തിൽ ആദ്യ ആഴ്ചകളിൽ പാഠഭാഗങ്ങൾ ഒഴിവാക്കിയുള്ള പഠനത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതായത് ആദ്യത്തെ 2 ആഴ്ച കുട്ടികൾ എന്ത് ചെയ്യേണ്ട, സ്കൂളുകളിൽ പോയിട്ട് പുസ്തകം തുറന്ന് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, വേവ് മോഷൻസ്, തരംഗചലനം പഠിക്കേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്യട്ടെ, അവരിപ്പോൾ ബുക്കല്ല പഠിക്കേണ്ടത്, അവർ അറിവ്, തിരിച്ചറിവാണ് പഠിക്കേണ്ടത്. അറിവ് ബുക്കിലൂടെ മാത്രമല്ല, തിരിച്ചറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കണം ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അവരുടെ കരിയറിനെ കുറിച്ച്, അവരുടെ കൃത്യമായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് സംസ്കാര വിദ്യാഭ്യാസം പഠിപ്പിച്ചിരിക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുക. എന്താ പറഞ്ഞു നോക്കിക്കേ. ജൂൺ 2-ന് സ്കൂളുകൾ തുറന്നാൽ 1 ആഴ്ച 2 ആഴ്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിലാണ് ക്ലാസുകൾ നടത്തുക. വിദ്യാർത്ഥികളിൽ അക്രമവാസന, ലഹരി ഉപയോഗം എന്നിവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ക്ലാസുകൾ. ലഹരി ഉപയോഗം തടയൽ, അക്രമവാസന തടയൽ, വാഹന ഉപയോഗം, പരിസര ശുചിത്വം, വ്യക്തി ശുചിത്വം, വൈകാരിക നിയന്ത്രണം ഇല്ലായ്മ, പുതുമുതൽ നശീകരിക്കുന്ന പ്രക്രിയ ഒഴിവാക്കുക, ആരോഗ്യ പരിപാലനം, നിയമബോധവൽക്കരണം, മൊബൈൽ ഫോണിനോടുള്ള അമിതാസക്തി, ഡിജിറ്റൽ ഡിസിപ്ലിൻ, ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം എന്നീ വിഷയങ്ങളിലായിരിക്കും കുട്ടികൾക്ക് ക്ലാസ്സുകൾ നൽകുക. മൊബൈൽ ഫോൺ വല്ലാതെ അഡിക്റ്റഡ് ആയി പോയിരിക്കുന്ന കുട്ടികളുണ്ട്. മൊബൈൽ ഫോണിൽ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞിട്ട് അതിൽ കാണുന്നതാണ് സത്യമെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആക്ട് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ നിയമം പറ്റുന്ന, അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളാണ്, നിയമത്തിന് അനുസൃതമാണ് എന്ന് ചിന്തിക്കുന്നത് തെറ്റാ. പലരും ചെയ്യുന്നത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ 3 ആൾക്കാരെ വണ്ടിമേൽ വെച്ച് പോകുന്നത് ചെറുപ്പക്കാരാ, നീ കണ്ടിട്ടുണ്ടാകും. അത് തെറ്റാണ് എന്ന് നീ ചിന്തിക്കുന്നില്ല. നീ കണ്ണിൽ കാണുന്നത് ശരിയെന്ന് ചിന്തിക്കണ്ട. അവരവരുടെ ആസ്വാദന രീതികളിലാണ് അവരത് ചെയ്യുന്നത്. നിനക്കൊരു പ്രശ്നം വന്നാൽ ആരുണ്ടാവില്ല. ഓക്കെ, ഇനി ലഹരി, നിന്റെ ചുറ്റിലും ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാകും. 10ാം ക്ലാസ്സിലെ ചെറുപ്പക്കാരിയും പുകവലിക്കുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാകും. പക്ഷേ അത് സത്യമായിരിക്കണമെന്നില്ല. മാത്രവുമല്ല, അത് നിയമത്തിന് അനുകൂലമാണ്, അല്ലെങ്കിൽ അതൊരു തെറ്റില്ല എന്ന് നീ ചിന്തിക്കുകയാണെങ്കിൽ അതാണ് തെറ്റ്. അതുകൊണ്ട് കൃത്യമായിട്ട് കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കണം. അത് ആദ്യത്തെ 2 ആഴ്ച കൊടുക്കണ്ട. വളരെ നല്ലൊരു കാര്യമാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഇതൊരു 3-4 ആഴ്ച കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എങ്കിലും 2 ആഴ്ച കൊണ്ട് കൃത്യമായി കുട്ടികൾക്ക് ഡിജിറ്റൽ ക്ലാസ് റൂം നൽകണം. ഡിജിറ്റൽ ക്ലാസ് ആയിട്ട് നടക്കണം. അതായത് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം, ഓരോരുത്തരുടെയും അവസ്ഥകൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ തിയേറ്ററിലൊരു പടം കാണാൻ പോയാൽ ആദ്യവും അതിൻ്റെ 2ാമത്തെ പാർട്ടിലും തുടക്കത്തിൽ കാണിക്കും 27 വയസ്സുള്ള സുനിതയെക്കുറിച്ച്, അല്ലേ? സുനിതയുടെ ഹസ്ബൻഡ് കട്ടിൽ കിടക്കുന്നൊരവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുന്നൊരവസ്ഥയുണ്ട്. മാരകപരമായിട്ടുള്ളൊരവസ്ഥ. ജീവിതത്തിൽ മരിച്ചുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥയുണ്ട്. പുകവലി സുനിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവിന് സംഭവിച്ച കാര്യം. അതുകൊണ്ട് പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കാണിച്ചു തരുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ചിലർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിൽ കൊള്ളുന്നുണ്ട്. അതുപോലെ വീഡിയോകളായിട്ടും അനുഭവങ്ങളുള്ളവരെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുപ്പിച്ചിട്ടും വേണം ആ 2 ആഴ്ച സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ. അതിനുശേഷം അത് ഈ പുസ്തകത്തിലെ A+ വാങ്ങുന്നത്. ആദ്യം അവർ ജീവിതത്തിൻ്റെ A+ ഒന്ന് കാണട്ടെ, ജീവിതത്തിലെ തെറ്റുകൾ അവർ കാണിച്ചു കൊടുക്കട്ടെ, ആ തെറ്റുകൾ ഇനി ചെയ്യാതിരിക്കട്ടെ. ഇത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് അവലംബിക്കപ്പെടുന്ന, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ക്ലാസ്സുകളായിരിക്കണം 2 ആഴ്ച സ്കൂളിൽ നടത്തേണ്ടത്. ഇത് നല്ലൊരു തീരുമാനമാണ്. ഇത് ഗവൺമെൻറ്റിനെ കൈയടിക്കേണ്ട തീരുമാനമാണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും
ഇത് 10ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചൊക്കെ നല്ല ആശ്വാസമുള്ള കാര്യമാണ്. സ്കൂൾ തുറന്ന ആദ്യത്തെ 2 ആഴ്ചയൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുക അല്ല, നിങ്ങൾ നല്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. കരിയർ കൗൺസിലിംഗ് ഉണ്ടാവും, ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ഉണ്ടാവും, കരിയർ ബിൽഡിങ്ങിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. ഇത് ഇത്തരം തെറ്റായ പ്രവണതകൾ നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ട ആത്മവിശ്വാസം നൽകുന്ന എല്ലാ യോഗ പരിപാടികളൊക്കെ നടക്കട്ടെ. ഈ ഒരു കാര്യത്തിന് എല്ലാവരും പാർട്ടിയോ ജാതിയോ മതമോ നോക്കാതെ കേരളത്തിലെ സ്കൂളുകളുടെ കൂടെ നാട്ടുകാരെല്ലാവരും ഉണ്ടായിരിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. സോ ഈ ഒരു വാർത്ത മാക്സിമം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ അയച്ചു കൊടുക്കട്ടോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.